അസ്സലാമു അലൈക്കും. യൂസുഫ് നബിയുടെ ജീവചരിത്രം. യൂസുഫ് നബി യാക്കൂബ് നബിയുടെയും റാഹീലിന്റെയും മകനായിരുന്നു. യൂസുഫ് നബിക്ക് ബിന്യാമിൻ എന്ന പേരുള്ള ഇളയൊരു സഹോദരൻ ഉണ്ടായിരുന്നു. യാക്കൂബ് നബിക്ക് ആകെ 12 മക്കളാണ് ഉണ്ടായിരുന്നത്. യാക്കൂബ് നബിക്ക് കൂടുതൽ ഇഷ്ടം യൂസുഫ് നബിയോടും ഇളയ സഹോദരനായ ബിന്യാമിനോടും ആയിരുന്നു. അപ്പോൾ മറ്റു സഹോദരങ്ങൾക്ക് യൂസുഫ് നബിയോടും ബിന്യാമിനോടും അസൂയ ഉണ്ടായിരുന്നു. ഒരിക്കൽ യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും കുറെ നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം യൂസുഫ് നബിയെ താഴ്വണങ്ങുന്നതായി യൂസുഫ് നബി സ്വപ്നത്തിൽ കണ്ടു. കുട്ടിയായ യൂസുഫ് നബിക്ക് ഈ സ്വപ്നം വളരെ അത്ഭുതമായി തോന്നി. യൂസുഫ് നബിക്ക് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അതിനാൽ പിതാവായ യാക്കൂബ് നബിന്റെ അടുക്കൽ ചെന്ന് നാം കണ്ട സ്വപ്നം വിവരിച്ചു. പിതാവേ, ഞാൻ സ്വപ്നത്തിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം ഞാൻ കണ്ടു. അവയെല്ലാം എൻ്റെ മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും ഞാൻ കണ്ടു. യാക്കൂബ് നബിക്ക് യൂസുഫ് നബി കണ്ട സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. യാക്കൂബ് നബി വളരെയധികം സന്തോഷവാനായി. പിതാവ് യൂസുഫ് നബിയോട് പറഞ്ഞു, അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യൂസുഫ്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം അള്ളാഹു നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ്. യാക്കൂബ് നബി വളരെ അറിവുള്ള പ്രവാചകനായിരുന്നു. യൂസുഫ് നബി കണ്ട സ്വപ്നം സഹോദരങ്ങൾ അറിഞ്ഞാൽ അത് അവരിൽ യൂസുഫ് നബിയോടുള്ള ശത്രുത കൂട്ടാൻ ഇടയാക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഈ സ്വപ്നത്തെപ്പറ്റി നിന്റെ സഹോദരങ്ങൾ ആരും അറിയരുത് എന്ന് അദ്ദേഹം യൂസുഫ് നബിയോട് ഉപദേശിച്ചു. പക്ഷേ നിഷ്കളങ്കനായ യൂസുഫ് നബി സഹോദരങ്ങളോട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അതോടെ അവരുടെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. ഉപ്പ നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടം യൂസുഫിനോട് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ അവൻ നല്ല സുന്ദരനായതുകൊണ്ടായിരിക്കും. അവന്റെ ശല്യം ഇല്ലാതെയാക്കണം. നമുക്ക് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? പക്ഷേ എങ്ങനെ നമ്മൾ അവനെ കൊല്ലും? ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണം. അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. ആ കാണുന്ന പൊട്ടക്കിണറിലേക്ക് നമുക്ക് അവനെ വലിച്ചെറിയാം. ആരെങ്കിലും വന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയായി കൊണ്ടുപോയിക്കോളും. അതായിരിക്കും ഏറ്റവും നല്ലത്. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ഈ വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യാക്കൂബ് നബിയുടെ അടുത്തെത്തി യൂസുഫ് നബിയെ അവരുടെ കൂടെ അയക്കാനായി ആവശ്യപ്പെട്ടു. യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയുടെ കാര്യത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം യൂസുഫ് നബിയോട് മറ്റുള്ളവർക്കുള്ള അസൂയ യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനല്ലേ, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കില്ലേ? ബാപ്പ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ ഭയക്കുന്നത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് വല്ല ചെന്നായയും അവനെ പിടിച്ചു കൊണ്ടുപോയാലോ എന്ന് ഓർത്തിട്ടാണ് എന്ന് യാക്കൂബ് നബി പറഞ്ഞു. അവനെ ഞങ്ങളുടെ കൂടെ അയക്കൂ. ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ അവന് എന്ത് സംഭവിക്കാനാണ്? ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകുമല്ലോ. ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ യാക്കൂബ് നബി യൂസുഫ് നബിയെ പറഞ്ഞയക്കാൻ സമ്മതം മൂളി. അടുത്ത ദിവസം അവരെല്ലാവരും കൂടി ഒരു കാട്ടിലേക്ക് യാത്രയായി. കൂടെ യൂസുഫ് നബിയും ഉണ്ടായിരുന്നു. അസുലഭ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ കണക്ക് കൂട്ടിയതുപോലെ യൂസുഫ് നബിയെ ഒരു പൊട്ടക്കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടക്കിണറിനടുത്ത് എത്തിയപ്പോൾ യൂസുഫ് നബിയെ അവർ ബലമായി പിടിച്ചു വെച്ചു. യൂസുഫ് നബിക്ക് ഓടാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവർ യൂസുഫ് നബിയുടെ വസ്ത്രം അഴിച്ചുമാറ്റി ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടിയായ യൂസുഫ് നബി അവരോട് സഹായത്തിനായി കേണപേക്ഷിച്ചു. എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. യൂസുഫ് നബി ആ ഇരുണ്ട പൊട്ടക്കിണറ്റിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ അള്ളാഹു യൂസുഫ് നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കൊരു നല്ല കാലം വരും. അന്ന് നിന്റെ സഹോദരങ്ങൾ നിന്റെ മുൻപിൽ വന്നെത്തും. അന്ന് നീ അവർ നിന്നോട് ചെയ്തതെന്തെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. യൂസുഫ് നബി കിണറ്റിനുള്ളിൽ പാറക്കെട്ടുകൾക്കകത്ത് സുരക്ഷിതനായി ഇരുന്ന്. അതേസമയം യൂസുഫ് നബിയെക്കുറിച്ച് ബാപ്പയോട് എന്തു പറയുമെന്ന് ആലോചിക്കുകയായിരുന്നു സഹോദരങ്ങൾ. നമുക്ക് പറയാം, ഉപ്പ പേടിച്ചതുപോലെ അവനെ ഒരു ചെന്നായ പിടിച്ചുകൊണ്ടുപോയി എന്ന്. അതെ, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ അവർ ഒരു ആടിനെ കൊല്ലുകയും
ആടിന്റെ രക്തം യൂസുഫ് നബിയുടെ ഡ്രസ്സിൽ പുരട്ടുകയും ചെയ്തു. അവർ ഓടി യാക്കൂബ് നബിയുടെ അടുത്തെത്തി. ഞങ്ങൾ യൂസുഫ് നബിയുടെ അടുത്ത് ഞങ്ങളുടെ സാധനങ്ങൾ ഏൽപ്പിച്ചു കളിക്കാൻ പോയതായിരുന്നു. അപ്പോഴേക്കും അവനെ ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോയി. ഒരു ചെന്നായ കടിച്ചു കീറിയാൽ വസ്ത്രം കീറിപ്പറഞ്ഞ അവസ്ഥയിലായിരിക്കും. എന്നാൽ യൂസുഫ് നബിയുടെ വസ്ത്രം രക്തത്തിൽ മുക്കിയതുപോലെയാണ് കാണുന്നുണ്ടായിരുന്നത്. യാക്കൂബ് നബി പറഞ്ഞു, ഇതാണോ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കഥ? ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ മകൻ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അന്ന് രാത്രി യാക്കൂബ് നബിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അതുപോലെ യൂസുഫ് നബിക്കും ഭയാനകമായ അനുഭവമാണ് ഉണ്ടായത്. പിതാവിനും മകനും ഒരുപോലെ അസ്വസ്ഥത അനുഭവിച്ച രാത്രിയായിരുന്നു അന്ന്. അടുത്ത ദിവസം ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോകുകയായിരുന്ന ഒരു യാത്രാസംഘം ആ കിണറിനടുത്ത് എത്താൻ ഇടയായി. ആ കൂട്ടത്തിൽ ഒരാളെ അവർ കിണറിനടുത്തേക്ക് വെള്ളം എടുക്കുവാനായി പറഞ്ഞയച്ചു. കിണറിലേക്ക് വീണ പാത്രം കണ്ടപ്പോൾ യൂസുഫ് നബിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. എന്നാൽ വെള്ളമെടുക്കാൻ വന്ന ആൾക്ക് അത് പൊക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്തോ നിധി തടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങളെയും വിളിച്ചു. അവർ ആ പാത്രം പൊക്കിയെടുത്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ആൺകുഞ്ഞിനെ കണ്ടു. അവർ ഉടനെ ആലോചിച്ചു, ഈ സുന്ദരനായ ഒരു കുഞ്ഞിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ അവർ യൂസുഫ് നബിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി. ഇനി ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.